ഇന്നത്തെ വീഡിയോയെ കുറച്ച് ലെങ്തി ആട്ടാ. നമ്മളെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നും അതിന് കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി വെള്ളക്കടലയുടെ റെസിപ്പിയും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പൂരി ഉണ്ടാക്കാൻ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് കൈകൊണ്ട് വെറുതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കാരണം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ മാത്രം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പൊടിയിടേണ്ടി വരും. അതുപോലെ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിവിടെ പൂരി പരത്തണത് ചപ്പാത്തി മേക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം സാധാരണ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നാലാണ് ചപ്പാത്തി മേക്കറിൽ പരത്തുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. സാധാരണ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കട്ടിയായിട്ട് കുഴച്ചെടുക്കാറ്, പക്ഷേ ഇത് ഒന്ന് ലൂസാക്കിയിട്ടാണ് കുഴച്ചെടുക്കണം. പിന്നെ ഇത് വാങ്ങിക്കണ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കുഴച്ചെടുത്താൽ. ഇനി അതല്ല, നമ്മൾ വീട്ടിലൊക്കെ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണെങ്കിൽ നമ്മളതിലേക്ക് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാലാണ് ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ സമയത്ത് കുറച്ച് പാലൊഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ചപ്പാത്തിയോ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇനി ഇത് ലാസ്റ്റ് ഇത് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി, ഞാനിതിൽ റവ ചേർക്കാൻ മറന്നു. ഈ സമയത്ത് കുഴച്ച് മൂടി വെച്ചതിന് ശേഷമാണ് അതിൽ റവ ചേർത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ തന്നെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റവ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചെയ്യണം. ഇത് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ തന്നെ റവയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ടതായിരുന്നു. ഞാനത് മറന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ തന്നെ റവയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി വെള്ളക്കടലൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് തലേ ദിവസം നന്നായി കഴുകി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ച വെള്ളക്കടലയാണ്. അതെടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് അത് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. എനിക്കിവിടെ ഒരു 4 വിസിൽ വേണ്ടി വന്നു ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അത് ഓരോരുത്തരുടെ കുക്കറിനും പിന്നെ ഈ വെള്ളക്കടല എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തി മേക്കർ ഞാനവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും. എന്നിട്ട് നമ്മൾ അതൊന്ന് വീണ്ടും ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കുഴച്ചതിന് ശേഷമാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് മാവ് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ കൈമ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് വേണം ഇതൊന്ന് ഉരുട്ടാനായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മളതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി പൂരി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൂരി അധികം കനം കുറയാനോ എന്നാൽ നല്ല കട്ടിയിലോ പരത്താൻ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം പരത്താനായിട്ട്. ഞാനിവിടെ ചപ്പാത്തി മേക്കറിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ കട്ടി ഇതാക്കണത്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കട്ടിയിൽ കിട്ടും. ഞാൻ ഉരുളകളാക്കിയിട്ട് അതിലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് പരന്ന് കിട്ടി. അതിൻ്റെ ഷേപ്പ് നോക്കണ്ട കേട്ടോ. നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പാണെങ്കിൽ നമ്മുടെ ഈ പൂരിക്കുള്ള ഇതും പരന്ന് കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ കിട്ടും. ഞാൻ പിന്നെ തിരക്ക് പിടിച്ച് ചെയ്യണ കാരണം ഷേപ്പൊന്നും നോക്കിയില്ല. നേരെ ബോളുകളാക്കിയിട്ട് നേരെ തന്നെ അതിലേക്ക് ഇട്ട് പരത്തുക ചെയ്യണം. ഈ ചപ്പാത്തി മേക്കർ ഞാനൊരു 5-8 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രസ്റ്റീജിൻ്റെയാണ്. ഇത് ബ്രാൻഡ് പ്രൊമോഷനൊന്നും അല്ല, അത് മുമ്പേ വാങ്ങി വെച്ചിട്ടുള്ള. ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ലായിരുന്നു. പിന്നെ അതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി അത് കുറച്ച് ലൂസാവാത്തതിൻ്റെ കുഴപ്പമായിരുന്നു. ഒന്ന് കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ കുഴച്ച് ഇതിലേക്ക് പരത്തിയിട്ടപ്പോൾ അത് ശരിയായി തുടങ്ങി. അപ്പോൾ ചിലവർക്ക് ഇതിലുണ്ടാക്കണത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പരത്തി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലുണ്ടാക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മുടെ പൂരി ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പൂരി കുറേ വെളിച്ചെണ്ണ കുടിക്കും. നന്നായി ചൂടാവണം കേട്ടോ.
അപ്പോൾ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ കുറേശ്ശെ കുമിളകൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ടിട്ട് മുകളിലൊന്നും ഇങ്ങനെ പതുക്കെ കുറേശ്ശെ തട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് വീർത്ത് വരും. ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ഗുണ്ടുമണികളായിട്ട് തന്നെ നിൽക്കൂട്ടാ. പിന്നെ അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും, നമ്മൾ റവയും ചേർത്തുണ്ടല്ലോ. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അത് ചുങ്ങിപ്പോവും. അപ്പോൾ മാക്സിമം ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാൻ നോക്കുക. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ദേ അടുത്തു നമ്മൾ ഇട്ടു, ഒരു സൈഡ് ഇതേ ഇങ്ങനെ വീർത്ത് വരുമ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചിട്ടിട്ട് മുകളിലൊന്ന് പതുക്കെ തട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദേ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പൂരിയും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ദേ നമ്മുടെ പൂരി ഇപ്പോഴും ഇതുപോലെ ഫ്ലഫി ആയിട്ട് നല്ല വീർത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, ചുങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് വെള്ളക്കടല ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ഏലക്കയും അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ചതച്ചത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യണം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണ വരെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് സവാളയും തക്കാളിയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയും പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്താണ്. അതിൻ്റെ അളവ് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. പിന്നെ ഈ സവാളയും തക്കാളിയും തീരെ കനം കുറച്ച് അരിയണമെന്ന് അങ്ങനെയൊന്നുമില്ല, നമുക്ക് വലുപ്പത്തിൽ തന്നെ അരിയാം. നമ്മൾ ലാസ്റ്റ് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്, ഒന്ന് വാടിക്കിട്ടേ വേണ്ടൂ, നന്നായിട്ടൊന്നിട്ട് വഴറ്റേണ്ട കാര്യമില്ല. അപ്പോൾ സവാളയും തക്കാളിയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ച് പൊടികളും കൂടെ ചേർക്കാണ്ട് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ എല്ലാം ഉണക്കിയതില്ലേ, അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം, ഞാൻ പിന്നെ ഇത് അരയ്ക്കണ കൂട്ടത്തിലൊന്ന് അരഞ്ഞ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചേർക്കണമെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂണും അതുപോലെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. കാരണം തണുത്തിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഈ മസാല മിക്സ് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ ചീനച്ചട്ടി ഇപ്പോൾ കഴുകണില്ല, കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് ബാക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ നമ്മളത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച വെള്ളക്കടലയില്ലേ, അത് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഈ വെള്ളക്കടലയിലെ വെള്ളം ഒന്ന് കുറയ്ക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഇത്രയും വെള്ളം ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ലൂസായിട്ട് കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ആ ഗ്രേവി നേരത്തെ അരച്ച് വെച്ചില്ലേ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്യാം. മല്ലിയില ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മല്ലിയിലല്ല കസൂരി മേത്തി കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചേർക്കുന്നതിന് പകരം ഇപ്പോൾ കസൂരി മേത്തി ചേർത്താലും മതി. അങ്ങനെ ദേ നമ്മുടെ പൂരിയും വെള്ളക്കടലും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. താങ്ക്